ഒരു ഫുൾ സെന്റി സിനിമ കാണുന്നതിനേക്കാൾ എഫക്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ചില കഥാപാത്രങ്ങളുടെ അപ്രതീക്ഷിതമായ മരണങ്ങൾ. ഒരു സാധാരണ കഥാപാത്രമായി കാണിച്ച് നമുക്കൊക്കെ ആ കഥാപാത്രത്തോട് ഒരു ഇഷ്ടം തോന്നി രസിച്ചിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ അവരെ അങ്ങ് കൊന്നുകളയും. സംവിധായകരും എഴുത്തുകാരും ഒക്കെയാണ് ഈ കൊലപാതകങ്ങളിലെ മുഖ്യ പ്രതികൾ. അത്തരത്തിൽ കണ്ടിരുന്നവരെ തകർത്ത് കളഞ്ഞ മലയാള സിനിമയിലെ ചില അപ്രതീക്ഷിത മരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിലിമി ടോക്സ്. തന്മാത്ര അല്ലെങ്കിലേ ഒരു ഡിപ്രഷൻ പടമാണ് 2005 ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്ര. മോഹൻലാലിന്റെ രമേശൻ എന്ന കഥാപാത്രത്തിന്റെ ട്രാജഡി കണ്ട് നമ്മൾ അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ സിനിമയിലെ മറ്റൊരു കഥാപാത്രം മരിക്കുന്നത്. ആദ്യം മുതൽ പല സാഹചര്യങ്ങളിലും രമേശന് ഒരു സഹായമായി നിന്ന, ജോലി സ്ഥലത്തുൾപ്പെടെ അയാളെ കെയർ ചെയ്ത ഒരേ ഒരു കഥാപാത്രം ജഗതി ചേട്ടന്റെ ജോസഫ്. രമേശന് സെക്കൻഡ് ഹാൻഡ് കാർ ഒപ്പിച്ചു കൊടുക്കുന്ന, ഫ്ലാറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ജോസഫിന്റെ ഇടപാടിൽ ഒരു കാർ ഒത്തുവന്ന് കിടപ്പുണ്ട്. ജോസഫിന്റെ ഇടപാടല്ലേ ഈ ജോസഫിന്റെ ഇടപാടിലല്ലേ കഴിഞ്ഞ തവണ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നായിരുന്നു പറഞ്ഞത്. ഓഫീസിലെ സ്റ്റാഫുകൾക്കിടയിൽ ചിട്ടി ബിസിനസ് നടത്തുന്ന ജോസഫ്. രമേശൻ എല്ലാം മറന്ന് ഓഫീസിൽ എത്തുമ്പോൾ അയാളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ. അയാൾ ആശുപത്രിയിലാകുമ്പോൾ കുടുംബത്തെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് രാത്രി മുഴുവനും കൂട്ടിരിക്കുന്നയാൾ. ഒരു ദിവസം കൂട്ടുകിടക്കാനുള്ള ആത്മബന്ധമൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട് ഇല്ലേ സാർ? എന്തിനും ഏതിനും കയ്യിലൊരു പ്ലാനുള്ള ജോസഫ്. എന്തിനും ജോസഫിന് ഒരു പ്ലാനിങ് നോ പറയില്ല. എന്റെ പൊന്ന് സാറേ, പ്ലാനിങ് ഇല്ലാതെ ഇടക്കാല ആശ്വാസം വരുന്നത് നോക്കിയിരുന്ന ഈ വാരത്തിന് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റൂ. പക്ഷേ രമേശന്റെ കാര്യത്തിൽ മാത്രം എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റി. ജോസഫിന്റെ കാര്യത്തിൽ കണ്ടിരുന്ന പ്രേക്ഷകരുടെയും കംപ്ലീറ്റ് പ്ലാനിങ് തെറ്റി. പെൻഷന്റെ പേപ്പറും ഫ്ളാറ്റിന് കൊടുത്ത അഡ്വാൻസും തിരിച്ചു വാങ്ങി അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് ടാറ്റ കാണിച്ചു പോയ ജോസഫിനെ പിന്നെ നമ്മൾ കാണുന്നത് വെള്ള പുതച്ച് കിടക്കുന്നതായാണ്. ഉറക്കത്തിൽ അറ്റാക്ക് വന്നുള്ള മരണം. ഫ്ലാറ്റിനടുത്ത അഡ്വാൻസും പെൻഷൻ പേപ്പേഴ്സുമായിട്ട് പറ്റിയാൽ ഞാൻ അടുത്ത ആഴ്ച തന്നെ എത്തിക്കോളാം സാറേ. എല്ലാവർക്കും ഒരു സഹായിയായിരുന്ന ഇത്രയും നല്ലൊരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് കൊന്നു കളഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. മനുഷ്യന്റെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ഷോക്കിംഗ് തിരിച്ചറിവായിരുന്നു കുഞ്ഞിലെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. ആ ഒരു ഫീല് സിനിമ കണ്ട എല്ലാവരിലും ഉണ്ടാക്കാൻ ഈ ഒരു മരണത്തിന് സാധിച്ചു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം സംവിധായകനും ഉദ്ദേശിച്ചത്. സ്വപ്നക്കൂട് പുതിയ തലമുറയുടെ പൾസ് പിടിച്ച് 2003 കമൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു സ്വപ്നക്കൂട്. സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ അറിയാലോ ആ മരണമായിരിക്കും നിങ്ങളിൽ പലർക്കും ഓർമ്മ വരുന്നത്. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും നായകന്മാരും മീര ജാസ്മിനും ഭാവനയും നായികമാരായും എത്തിയ സിനിമയുടെ രണ്ടാം പകുതിയിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ചാണ് ആ മരണം സംഭവിക്കുന്നത്. അമ്മ മരിച്ചിട്ട് ജീവിതത്തിൽ ഒറ്റയ്ക്കായ ചേച്ചിയും അനിയത്തിയും. അവരെ ഒന്ന് കൂളാക്കാൻ വേണ്ടി പാട്ടും തമാശയും സൗഹൃദവും ഒക്കെ ആയിട്ട് 3 നായകന്മാർ. മായാസന്ധ്യ എന്ന പാട്ട് അങ്ങനെ കഴിയാറാവുമ്പോഴേക്കും നായികമാരും കണ്ടിരുന്ന പ്രേക്ഷകരും ഒന്ന് ഹാപ്പി ആവും. അങ്ങനെ അങ്ങ് പോയാലോ. അപ്പതാണ്ട് ഭാവനയുടെ നായിക കഥാപാത്രം പത്മ പാറക്കെട്ടിൽ നിന്ന് കാല് വഴുതി ദേ പോണു താഴെ. ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്ത് കാര്യത്തിന്? ആ പാവം ജയസൂര്യാണേല് ആദ്യം കമലയെ നോക്കി അവളെ കുഞ്ഞുഞ്ഞടിച്ചെടുത്തു. അങ്ങനെ അനിയത്തി പത്മയെ പുള്ളി ഒന്ന് റൂട്ടിട്ട് വളച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും അവളെ അങ്ങ് കൊന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മേരിക്കുണ്ടൊരു കുഞ്ഞാട് നമ്മളെ കുറെ ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിലെ സലിം കുമാർ അവതരിപ്പിച്ച ലോലപ്പൻ. ശവപ്പെട്ടി കച്ചവടം ആയതുകൊണ്ട് തന്നെ മരണങ്ങൾ എവിടെയെങ്കിലും നടന്നാൽ അതില് സന്തോഷിക്കുന്ന ഒരു കഥാപാത്രം. മരണം എന്നത് തനിക്ക് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമെന്ന് മാത്രം കണ്ടിരുന്ന കഥാപാത്രം. പക്ഷേ പെട്ടെന്നൊരു ദിവസം തന്റെ സ്വന്തം മകൻ അപ്രതീക്ഷിതമായി മരിക്കുമ്പോൾ തകർന്നു പോകുന്ന ലോലപ്പൻ. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞ മരണങ്ങളിലൊക്കെ മരിച്ച കഥാപാത്രങ്ങളാണ് നമ്മളെ വിഷമിപ്പിച്ചതെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ലോലപ്പനാണ് നമ്മളെ കരയിച്ചത്. ബെന്നി പി നായരമ്പലം ആ കൊച്ചു കുഞ്ഞിനെ കൊന്നപ്പോ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടിയത് മിസ്റ്റർ? ആ കൊച്ചു കുഞ്ഞിന്റെ മരണമെങ്കിലും നീ തിരുത്തണം. ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയിലെ നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ച അപ്രതീക്ഷിതമായ മരണം. സുഖമോ ദേവി. സുഖം. വേണു നാഗവള്ളി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. 1986 പുറത്തിറങ്ങിയ സുഖമോ ദേവി. മോഹൻലാലും ശങ്കറും നായകന്മാർ. ശങ്കറിന്റെ നായക കഥാപാത്രത്തെക്കാൾ ആരാധകരെ നേടിയത് ലാലേട്ടന്റെ സണ്ണി എന്ന കഥാപാത്രമായിരുന്നു. വേണു നാഗവള്ളിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന സൈമൺ മാത്യുവിന്റെ ജീവിതമാണ് അദ്ദേഹം സണ്ണിയായി സ്ക്രീനിൽ കൊണ്ടുവന്നത്. ജീവിതം ആഘോഷമാക്കിയിരുന്ന സണ്ണി അഥവാ സൈമൺ. ആത്മാവ് നിറയെ സംഗീതം നിറച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു സൈമൺ. മികച്ചൊരു ഫുട്ബോളറും കായിക താരവും കൂടിയായിരുന്നു അദ്ദേഹം. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിലെ അറിയപ്പെടുന്ന ടെന്നീസ് താരവുമായിരുന്നു. 1971 നവംബർ 28 തന്റെ 24ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം കവടിയാർ വെള്ളയമ്പലം റോഡിലുണ്ടായ ഒരു സ്കൂട്ടർ അപകടത്തിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. ആ അപ്രതീക്ഷിത മരണം വേണു നാഗവള്ളി സ്ക്രീനിൽ കാട്ടിയപ്പോൾ കണ്ടിരുന്ന ഏവരും ഒരുപോലെ തകർന്നുപോയി. നമ്മളൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു
സിനിമയിലെ സണ്ണിയുടേത്. ആരെയും കൂസാതെ കാമുകിയെയും ബൈക്കിലിരുത്തി കറങ്ങുന്ന, അവളെയും കൂട്ടി ബാറിൽ പോയി രണ്ടെണ്ണം അടിക്കുന്ന, പഠിത്തത്തിലും കലയിലും സ്പോർട്സിലും ഒക്കെ കഴിവ് തെളിയിച്ച അസാമാന്യ പ്രതിഭ. സണ്ണി മരിച്ചു കിടക്കുമ്പോൾ ചെന്നൈയിൽ നിന്നും എത്തുന്ന ചേട്ടൻ ക്യാരക്ടറും നമ്മളെ വല്ലാതെ അങ്ങ് ഒലച്ചു കളയും. ഉള്ളിലെ ദുഃഖം മുഴുവൻ അടക്കി പിടിച്ച് ഒരു സിഗരറ്റ് വേണമായിരുന്നു എന്ന് പുള്ളി പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഒടുവില് എനിക്ക് എന്റെ സണ്ണിക്കുട്ടിയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളി പൊട്ടിക്കരയുന്നുണ്ട്. എന്തൊരു സീനാണ്, എന്തൊരു ഗംഭീര ആക്ടറാണ് KPSC സണ്ണി. എനിക്ക് എന്റെ സണ്ണിക്കുട്ടിയെ കാണാൻ പറ്റില്ല. മായാമയൂരം, ലാലേട്ടന്റെ ഒരു പടം. പുള്ളി നായകനായി വന്ന് കോമഡിയും റൊമാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. പക്ഷേ ഇന്റർവെല്ലിന് തൊട്ടു മുമ്പ് ഈ നായക കഥാപാത്രം മരിക്കുന്നു, അപ്രതീക്ഷിതമായി. അപ്രതീക്ഷിതം എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഇനി എന്ത് പടമെന്ന് തോന്നുന്ന ലെവലില് പടം തീർന്നു എന്ന് സംശയിച്ചു പോകുന്ന മരണം. അത്തരത്തിലൊരു മരണമാണ് 1993 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത മായാമയൂരം എന്ന സിനിമയിലെ നരേന്ദ്രൻ എന്ന നായക കഥാപാത്രത്തിന്റെ മരണം. ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ലുക്കുകളിൽ ഒന്നായി തോന്നിയിട്ടുണ്ട് മായാമയൂരത്തിലെ നരേന്ദ്രന്റേത്. പിന്നിലേക്ക് നീട്ടി വളർത്തിയ മുടിയും ഫിറ്റായ ബോഡിയും മുഖവും സ്റ്റൈലായി സിഗരറ്റും പിടിച്ചുള്ള നടത്തവും ഒക്കെ പക്ക സ്റ്റൈലിഷ് ആയിരുന്നു. ലാലേട്ടന്റെ ഡെഡ് ബോഡി കാണിച്ചുകൊണ്ടാണ് പടം ഇന്റർവെൽ ആവുന്നത്. വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. സ്വന്തമായി ഡിസൈൻ ചെയ്ത് പണിതുകൊണ്ടിരുന്ന സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണുള്ള നരേന്ദ്രന്റെ മരണം. ഒരുപക്ഷെ ആര് വന്ന് ചെയ്യാൻ മടിക്കുന്ന ഒരു രംഗം. പിന്നെ സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റ് ആയിട്ട് മറ്റൊരു ലാലേട്ടൻ വരുന്നുണ്ട്. എന്നാലും ഈ മരണവും പിന്നീടുള്ള കഥയും അന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആർക്കും അത്ര ദഹിച്ചില്ല. അതുകൊണ്ട് തന്നെ പടം ഒരു പരാജയമായി മാറി. ക്രേസി ഗോപാലൻ, നമുക്കൊരു സലീം കുമാർ ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡ് ലഭിക്കുന്നതിന് മുന്നേയുള്ള സലീം കുമാർ. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. അതായത് പുള്ളിയെ സ്ക്രീനിൽ കണ്ടാൽ തന്നെ ആളുകൾ ചിരി തുടങ്ങുന്ന ഒരു കാലം. ഇപ്പൊ പിന്നെ പുള്ളി സീരിയസ് റോളുകളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ആ സമയത്ത് വന്ന ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമായിരുന്നു 2008 പുറത്തിറങ്ങിയ ക്രേസി ഗോപാലൻ. സിനിമയുടെ ആദ്യ പകുതി മുഴുവൻ ദിലീപും സലീംകുമാറും ഹരിശ്രീ അശോകനും ചേർന്ന് നമ്മളെ ചിരിപ്പിച്ച് ഒരു പരുവാക്കും. അതിനിടയിൽ സലീമേട്ടന്റെ ഒരു സെന്റ് സീനുണ്ട്, അതിൽ തന്നെ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. അപ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ ഇന്റർവെൽ ട്വിസ്റ്റിൽ സംവിധായകൻ സലീംകുമാറിന്റെ ലക്ഷ്മണൻ എന്ന കഥാപാത്രത്തെ അങ്ങ് കൊന്നു കളയുന്നത്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ കള്ളനാകേണ്ടി വന്ന ലക്ഷ്മണൻ. ഒരു ദിവസം ആരെയും പേടിക്കാതെ കിടന്നുറങ്ങണമെന്ന് സ്വപ്നം കാണുന്ന ലക്ഷ്മണൻ. താനൊരു കള്ളനാണെന്ന വിവരം അമ്മയെ അറിയിക്കാതെ അമ്മയെ നോക്കുന്ന ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ ആരോരുമില്ലാത്ത അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരൊറ്റ പോക്കാണ്. പിന്നീട് മകൻ കള്ളനാണെന്ന് അറിഞ്ഞ് ആ അമ്മയും മരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീൽ ആവുന്നത്. അവര് നല്ല രാവിലെ മരിച്ചു. മോൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിയാ മരിച്ചതാ പറഞ്ഞു കേട്ടോ. ആ സമയത്തെ രാഹുൽ രാജിന്റെ BGM-ഉം സലീമേട്ടന്റെ ഈ സീനും, ആ കണ്ണീരങ്ങ് തുടച്ചു കളഞ്ഞാൽ മതി. പിന്നെ എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് പൊട്ടിച്ചാവും. മനസ്സിനക്കരെ ബന്ധങ്ങളുടെ തീവ്രതയും ലാളിത്യവും ഒക്കെ സരസമായി അവതരിപ്പിക്കുന്ന ഒരു സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമയിലെ ഈ മരണം നമ്മളെ ആകെ തകർത്ത് കളയും. കാരണം അത്ര അപ്രതീക്ഷിതമായാണ് ആ മരണം സംഭവിക്കുന്നത്. പടം മനസ്സിനക്കരെ, ഇന്നസെന്റിന്റെ ചാക്കോ മാപ്പിള. അപ്പനെ ധ്യാന കേന്ദ്രത്തിലാക്കാൻ പോയിട്ട് മനസ്സൊക്കെ മാറി അപ്പനെയും കൂട്ടി രണ്ടെണ്ണം അടിച്ച് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് വന്ന് കിടക്കുകയാണ് റജി. പിറ്റേന്ന് എണീക്കുമ്പോ അപ്പനില്ല, ആള് പോയി. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പന്റെ മരണവും അതിനുശേഷമുള്ള ജയറാമേട്ടന്റെ ആ ഒരു പെർഫോമൻസും ചങ്ക് തകർന്നു. വന്നു കഴിഞ്ഞ് കിടന്നും കുറെ നേരത്തേക്ക് എന്നെ കളിയൊക്കെ ചിരിക്കലായിരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ചില അപ്രതീക്ഷിത മരണങ്ങൾ. ഇനിയും കുറച്ച് ലിസ്റ്റ് ബാക്കിയുണ്ട് ഇതിൽ. അത് സമയം പോലെ അടുത്ത പാർട്ടായിട്ടൊക്കെ ഇടാൻ നോക്കാം, ഇതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട്. അപ്പൊ ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് പഴയ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഇതുപോലെ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോയ വേറെ കഥാപാത്രങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നേരിലുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.